ഹലോ. അപ്പോൾ തേർഡ് സെമ്മിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് സെറ്റാക്കിയിരിക്കുകയാണ്. രാവിലെ 8 മണിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ്, പക്ഷെ നമ്മുടെ അത്രയും കൃത്യനിഷ്ഠത കാരണം ഞങ്ങൾ 8:30-ക്കാണ് എത്തിയത്. അപ്പോൾ ബസ്സൊക്കെ സെറ്റാണ്. ഈ ബസ്സിലാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. കണ്ണൂരാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഏകദേശം ഒരു 1.5 മണിക്കൂർ ബസ്സിലെടുക്കും. ഞങ്ങളെല്ലാവരും ഈ ബസ്സിലാണ് പോകുന്നത്. ഒറ്റ ബസ്സേ ഉള്ളൂ. രാവിലത്തെ വ്യൂ എത്ര രസമല്ലേ നമ്മുടെ കോളേജിൻ്റെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ എല്ലാവരും ബസ് കയറണം, സൈഡ് സീറ്റ് പിടിക്കുന്നതിലൊക്കെ തിരക്കാണ്. എല്ലാം ശരിയായോ എന്നൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കാനും ടെൻഷൻ അടിക്കാനും ഒരാൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ. നമ്മുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ശിവ. അപ്പോൾ സാറ് അറ്റൻഡൻസൊക്കെ എടുത്ത് നമ്മളങ്ങ് പോയി. എല്ലാവരും ഉണ്ടോ എന്നൊക്കെ അറിയണമല്ലോ. അതുമാത്രമല്ല, ആരെങ്കിലും മിസ്സായാൽ അത് നോക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ ക്യാമ്പസിലൂടെ നമ്മൾ അവസാനം ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം അവിടെ എത്തി. ദിനേശ് ഭവനാണ് നമ്മുടെ സ്ഥലം കേട്ടോ. പയ്യാമ്പലമാണ്, കണ്ണൂർ ജില്ലയിൽ. അപ്പോൾ നമ്മളെല്ലാവരും മെയിൻ ഓഫീസിലോട്ട് കയറി. അവിടെ ഞങ്ങൾക്ക് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ദിനേശ് സാറായിരുന്നു ക്ലാസ് എടുക്കേണ്ടത്, പക്ഷേ ആൾക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു മാമാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അതിൻ്റെ ഹിസ്റ്ററി, ആ കമ്പനി എങ്ങനെ ഡെവലപ്പായെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ചെറിയ കുട്ടികളോട് പറഞ്ഞു തരുന്ന മതി ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നു. ഒരു ബീഡി കമ്പനിയിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ ഈ കമ്പനി പിന്നീട് വേറെ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയും അതിൽ വൻ വിജയമായി മാറുകയും ഇപ്പോൾ ആ കമ്പനി അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവിടുത്തെ ഒരു പ്രൊഡക്റ്റാണ് ഇത്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ. ഒരു വൻ വിജയം തന്നെയാണിത്. അതിനുശേഷം നമ്മൾ CK പണിക്കർ മെമ്മോറിയൽ റിസർച്ച് സെൻറ്ററിലോട്ട് പോയി. അവിടെയാണ് ഈ അപ്പാരൽസ്, അതിൻ്റെ പ്രൊഡക്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഓഡിറ്റോറിയം കാണാൻ പോയി. നല്ല രസമായിരുന്നേ, നല്ല വ്യൂ ആയിരുന്നു, നല്ലൊരു വൈബായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടത്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ചേച്ചിമാരെ കാണാൻ പോയി. ചേച്ചിമാർ വൻ ബിസി ആയിരുന്നേ. അവിടെയുള്ള ചേച്ചിമാരുടെ ആത്മാർത്ഥതയും അതുപോലെ തന്നെ ഡെഡിക്കേഷനും ഞങ്ങൾക്ക് നേരിട്ട് കണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. ഞങ്ങൾക്ക് ഈ കമ്പനിയെക്കുറിച്ച് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? മുമ്പ് ഈ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ബീഡി തൊഴിലാളികളെയും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തെയും താങ്ങും തണലുമാവാൻ ഈ കമ്പനി എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ചൊക്കെ ചുറ്റിക്കണ്ട് ചേച്ചിമാരോടൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങളങ്ങനെ പോയി. പിന്നെ ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രൈസ് നോക്കുക, ഷർട്ട് നോക്കുക, എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കുക. ഇതൊക്കെയായിരുന്നു മെയിൻ പരിപാടി. അങ്ങനെ എല്ലാറ്റിനെയും പാക്ക് ചെയ്ത് നമ്മളങ്ങ് ബസ്സിലങ്ങ് കയറി. ഇപ്പോഴും നമ്മുടെ റെപ്രസെൻറ്റേറ്റീവിനെ കുറച്ച് ടെൻഷനിലാണ്. എല്ലാവരും ഉണ്ടോ, ആരെങ്കിലും മിസ്സായോ, എവിടെയെങ്കിലും പെട്ടോ, ഇതൊക്കെ ടെൻഷൻ അടിച്ച് നടക്കാണ് നമ്മുടെ റെപ്പ്. അങ്ങനെ ദിനേശ് ഫുഡിലെത്തി. പക്ഷേ അവിടുത്തെ യൂണിറ്റ് സംഭവങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സങ്കടം തീർക്കാൻ വേണ്ടി മെല്ലെ ബീച്ചിലോട്ട് പോയി. അവിടുത്തെ കുറേ വ്യൂ ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ കോളേജിലോട്ട് പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ, ലൈക്ക്, കമൻറ്റ്, ബൈ.